ആരോഗ്യഭാരതി ദേശീയ പ്രതിനിധി മണ്ഡൽ സമ്മേളനം കൊച്ചിയിൽ തുടങ്ങി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ ആയുർവേദ, അലോപ്പതി, ഹോമിയോ, സിദ്ധ രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്നുണ്ട്. വികസിത ഭാരതം എന്നത് സാമ്പത്തിക വികാസം എന്നത് മാത്രമല്ല, സമഗ്ര വികാസമാണ് ലക്ഷ്യമാക്കുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ ഗ്രാമങ്ങളിലും എത്തിക്കുമ്പോഴാണ് വികസിത ഭാരതം സാധ്യമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ആരോഗ്യഭാരതി ദേശീയ പ്രതിനിധി മണ്ഡൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. विकसित भारत में हमेशा कहता हूं, विकसित भारत का लक्ष्य जो है या कंसेप्ट है, इट इज नॉट ओनली एन इकोनॉमिक कंसेप्ट, समग्र विकास का कंसेप्ट है, समग्र विकास की भावना है ये। विकसित भारत का सपना अगर हम पूरा करना चाहते हैं तो हमारी भी चिकित्सा पद्धति है, हमारा भी जो काम है, कार्य है, उसमें भी विकास होने की आवश्यकता है। हम इसके लिए प्रतिबद्ध हैं, कटिबद्ध हैं। ऐसा एक विषय लेकर हम सबको यहाँ से जाना है। जाते समय आप यहाँ का पूरे 2 दिन के समय जो भी आप करने वाले हैं उसका निचोड़ लेकर जाने वाले हैं और अपने अपने भागों में, प्रदेश में हम जाकर इसका उपयोग करेंगे ताकि हमारे समाज का, हमारे लोगों का स्वास्थ्य ठीक रहे और वो विकसित भारत का सब हम हिस्सा बने. ചടങ്ങിൽ RSS സഹസർക്കാരിവാഹ് ഡോക്ടർ കൃഷ്ണഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യരംഗത്ത് ഭാരതം റോൾ മോഡലായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിനു മുമ്പിൽ ഭാരതത്തിന്റെ വൈദ്യപാരമ്പര്യം അവതരിപ്പിക്കാനാകണമെന്നും ഡോക്ടർ കൃഷ്ണഗോപാൽ പറഞ്ഞു. ആരോഗ്യഭാരതി ദേശീയ അധ്യക്ഷൻ ഡോക്ടർ രാകേഷ് പണ്ഡിറ്റ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്വർഗീയ ഗ്യാൻ പ്രകാശ് ജ്വാലൻ സ്വസ്ഥസേവാ പുരസ്കാരം സമ്പത്പൂർ ബിർള മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശങ്കർരാം ചിന്താനിക്കും KK തിവാരി സ്വസ്ഥസേവാ അന്വേഷൺ പുരസ്കാരം ജോഹ്രിക്കും സമ്മാനിച്ചു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതത്തിന്റെ ആരോഗ്യ പരമ്പരയുടെ ഒരു പരിച്ഛേദമാണ് സമ്മേളനത്തിന് എത്തിയത്. ആയുർവേദവും അലോപ്പതിയും സിദ്ധയും ഹോമിയോയും യോഗയും ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ സംഗമമായിരുന്നു പ്രതിനിധി മണ്ഡൽ എന്ന പ്രത്യേകതയും സംഗമത്തിന് ഉണ്ടായിരുന്നു. ജനം, കൊച്ചി.